പ്ലാസ്റ്റിക് സർജറിക്ക് പേര് കേട്ട വ്യക്തിയാണ് മൈക്കിൾ ജാക്സൺ. എണ്ണമില്ലാത്തത്ര പ്ലാസ്റ്റിക് സർജറികളാണ് അദ്ദേഹത്തിന്റെ ചുരുങ്ങിയ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത്. സൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ടും സൗന്ദര്യവർദ്ധനത്തിനായി ചെയ്ത കോസ്മെറ്റിക് സർജറികളുടെ ആഫ്റ്റർ എഫക്ട്സ് മൂലം ഉണ്ടായ ഹെൽത്ത് ഇഷ്യൂസ് പരിഹരിക്കാനായിട്ടും പിന്നീട് ഒരുപാട് സർജറികൾ അദ്ദേഹത്തിന് ചെയ്യേണ്ടി വന്നു. അപ്പോൾ മൈക്കിൾ ജാക്സന്റെ ഫേസിന് ചെറുപ്പം മുതൽ അദ്ദേഹത്തിന്റെ മരണം വരെയുള്ള കാലയളവിൽ സംഭവിച്ച ട്രാൻസ്ഫോർമേഷനും അദ്ദേഹത്തിന്റെ മുഖത്തിന് ടോട്ടലി വന്നിട്ടുള്ള മാറ്റങ്ങളും അദ്ദേഹം ചെയ്തിട്ടുള്ള സർജറികളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് നോക്കുക. ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മാത്രമല്ല ഇതിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വിതൗട്ട് ഫർദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. ഐ ആം ആദിൽ ഹുസൈൻ. വെൽക്കം ടു മൈ ചാനൽ. 1958 ഓഗസ്റ്റ് 29 അമേരിക്കയിലെ ഇൻഡ്യാന എന്ന സ്ഥലത്ത് ജോ ജാക്സന്റെയും കാതറിൻ ജാക്സന്റെയും 10 മക്കളിൽ 8ാമനായിട്ടായിരുന്നു മൈക്കിൾ ജാക്സൺ എന്ന പോപ്പ് സംഗീതത്തിന്റെ രാജാവിന്റെ ജനനം. ഈ മൈക്കിൾ ജാക്സൺ അമേരിക്കയിലെ ഒരു ആഫ്രിക്കൻ വംശജനാണ്, ആഫ്രിക്കൻ അമേരിക്കനാണ്. ഈ ആഫ്രിക്കയിൽ നിന്ന് ഒരുപാട് കറുത്ത വർഗ്ഗക്കാരെ അടിമകളായിട്ട് സ്ത്രീകളെയും പുരുഷന്മാരെയും പിടിച്ചുകൊണ്ട് ഈ കപ്പലിലാക്കിയിട്ട് അമേരിക്കയിൽ കൊണ്ടുവരും. എന്നിട്ട് ഇതിങ്ങനെ ലേലം പോലെ വിളിച്ച് അമേരിക്കയിൽ കൊണ്ടുവന്ന് വിൽക്കും. അപ്പോൾ പലരും ഇവരെ പൈസ കൊടുത്ത് വാങ്ങിക്കും, അവരെ അടിമയാക്കി വെക്കും, പിന്നെ കുറേ കാലം കഴിയുമ്പോൾ മറ്റാർക്കെങ്കിലും വിൽക്കും. അങ്ങനെയൊക്കെയായിരുന്നു. അപ്പം അങ്ങനെ ആഫ്രിക്കയിൽ നിന്ന് അമേരിക്കയിൽ എത്തിപ്പെട്ട ആ ഒരു പരമ്പരയിൽപ്പെട്ട ആളാണ് മൈക്കിൾ ജാക്സൺ. ആഫ്രിക്കയിലുള്ള അമേരിക്കക്കാരുടെ കാര്യമൊക്കെ കുറേ കഷ്ടമാണ്. ഈ അടിമത്തം മാറിയെങ്കിലും അവർക്ക് നല്ലൊരു ജീവിതശൈലിയോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ജീവിത മാർഗമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അമേരിക്കയിൽ തന്നെ ഏറ്റവും താഴേക്കിടയിലുള്ള കുറേ ജോലികളൊക്കെ ചെയ്ത് തുച്ഛമായിട്ടുള്ള വരുമാനത്തിലൊക്കെ ആയിരുന്നു ഇവർ ജീവിച്ചു പോകുന്നത്. മൈക്കിൾ ജാക്സന്റെ അച്ഛൻ ജോ ജാക്സൺ അദ്ദേഹം ഒരു സ്റ്റീൽ ഫാക്ടറിയിൽ ക്രെയിൻ ഓപ്പറേറ്റർ ആയിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന് ബോക്സിംഗ് പിന്നെ അത്യാവശ്യം സംഗീതത്തിലൊക്കെ കമ്പമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഒരു ഗിറ്റാറിസ്റ്റ് കൂടിയാണ്. അപ്പോൾ ഈ പുള്ളിക്കും കാതറിനും 10 മക്കളാണ്. ഇദ്ദേഹം ഇവർക്ക് സംഗീതപരമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ തുടങ്ങി. ഈ പാട്ടൊക്കെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ തുടങ്ങും. ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു സാധാരണ നോർമലായിട്ടുള്ള ആളുകൾ ചെയ്യുന്ന പോലല്ല. അദ്ദേഹം ഇച്ചിരി ക്രൂവലായിട്ടുള്ള രീതിയിലായിരുന്നു ഇവരെ ട്രെയിൻ ചെയ്യുന്നത്. അതായത് ഒരു പ്രാവശ്യം ഒരു ചെറിയ തെറ്റൊക്കെ കാണിച്ച് അവരെ ബെൽറ്റ് ഊരി അടിക്കുക, അങ്ങനെ വളരെയധികം ഒരു പേടിപ്പിച്ച് പീഡിപ്പിച്ചുള്ള ഒരു പഠനമായിരുന്നു. അങ്ങനെ ഈ 7 പേരും 5 വയസ്സായി 7 പേരെയും സംഗീതം പഠിപ്പിച്ചു. 8ാമത്തെ ഊഴം നമ്മുടെ മൈക്കിൾ ജാക്സനെയാണ്. അപ്പൊ ഇദ്ദേഹത്തെ പഠിപ്പിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഇദ്ദേഹത്തിന്റെ അച്ഛന് മനസ്സിലായി എന്റെ മകൻ ഒരു സാധാരണ കുട്ടിയല്ല, അവൻ ഇൻബോൺ ആയിട്ട് കുറച്ച് ടാലൻസ് ഉണ്ടെന്ന് മനസ്സിലായി. കാരണം ഈ 7 പേരെയും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവരിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തരായിരുന്നു മൈക്കിൾ ജാക്സൺ. അദ്ദേഹത്തിന്റെ ശബ്ദം കൊണ്ടാണെങ്കിലും എല്ലാം വളരെ പെട്ടെന്ന് ഇദ്ദേഹം പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത്രയൊക്കെ പീഡിപ്പിച്ചാണ് ഇതൊക്കെ പഠിപ്പിച്ചതെങ്കിലും ഇവരാരും സംഗീതം വെറുത്തില്ല. ഇത്രയും പീഡനങ്ങൾ സഹിച്ചെങ്കിൽ ഇവര് സംഗീതം വെറുത്തില്ല. അവർ കൂടുതൽ സംഗീതത്തെ സ്നേഹിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇവര് ജാക്സൺസ് 5 എന്നൊക്കെ പറഞ്ഞൊരു ബാൻഡൊക്കെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ ഈ ഒരു മ്യൂസിക് രംഗത്തേക്കുള്ള കടന്നുവരവ്. അത് കഴിഞ്ഞ് പിന്നീട് മൈക്കിൾ ജാക്സൺ ഒറ്റയ്ക്ക് അദ്ദേഹത്തിന്റെ സോളോ പെർഫോമൻസ് അതൊക്കെ നടത്താൻ തുടങ്ങി. ഈ ജാക്സൺസ് 5 എന്ന ഈ ബ്രദേഴ്സും ഫാമിലിപരമായിട്ടുള്ള ഈ ഒരു ബാൻഡ് വിട്ടിട്ട് ഒറ്റയ്ക്ക് അദ്ദേഹം സ്റ്റേജ് ഷോസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 1979 മൈക്കിൾ ജാക്സന്റെ ഓഫ് ദ വോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മ്യൂസിക് ആൽബം റിലീസ് ആകാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു ഷൂട്ടിനിടയിൽ ഇദ്ദേഹം വീണ് ഇദ്ദേഹത്തിന്റെ മൂക്കിന് ഒരു പരിക്ക് പറ്റുന്നു. മൂക്കിന് നല്ല രീതിയിലൊരു ഡാമേജ് സംഭവിക്കുന്നു. ഇദ്ദേഹം ഓൾറെഡി ഇദ്ദേഹത്തിന്റെ മൂക്കിന്റെ ഷേപ്പിലും രൂപത്തിലും ഒക്കെ കുറച്ച് അൺകംഫർട്ടബിൾ ആയിരുന്നു. ഇതിന്റെ കൂടെ ഈ പരിക്കും കൂടെ ആയപ്പോൾ ഇദ്ദേഹം ഒരു റിനോപ്ലാസ്റ്റി ചെയ്ത് ഈ മൂക്കൊന്ന് റെഡിയാക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം ആദ്യം അന്വേഷിക്കുന്നത് ആ നഗരത്തിലെ ഏറ്റവും മികച്ച റിനോപ്ലാസ്റ്റി സർജൻ ആരാണെന്നുള്ളതാണ്. അങ്ങനെ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ബെവേർലി ഹിൽസിലെ പ്ലാസ്റ്റിക് സർജൻ സ്റ്റീവൻ ഹോഫ്ലിനെ പറ്റി ഇദ്ദേഹം അറിയുന്നത്. ഈ സ്റ്റീവൻ ഹോഫ്ലിൻ ആ ഒരു സമയത്ത് സെലിബ്രിറ്റികളുടെ ഫേമസ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് സർജൻ ആയിരുന്നു. എലിസബത്ത് ടൈലർ, ജോവാന റവേഴ്സ്, ഇവാന ട്രംപ് ഇവരുടെയൊക്കെ സർജറി ചെയ്ത് വളരെയധികം പ്രശസ്തിയിൽ അദ്ദേഹം നിൽക്കുന്ന ഒരു സമയമാണ്. മൈക്കിൾ ജാക്സൺ നല്ല വൈഡ് ആയിട്ടുള്ള തിക്കായിട്ടുള്ള കുറച്ച് ബൾക്കി ആയിട്ടുള്ള ഒരു മൂക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഇദ്ദേഹത്തിന്റെ അച്ഛൻ കുട്ടിക്കാലത്ത് എപ്പോഴും ഇദ്ദേഹത്തെ ഈ ഒരു മൂക്കിന്റെ കാര്യവും ഇദ്ദേഹത്തിന്റെ സ്കിൻ കളറും ഒക്കെ പറഞ്ഞ് ഒരുപാട് കളിയാക്കുമായിരുന്നു. കാരണം ഇദ്ദേഹം അത്യാവശ്യം നല്ല ഡാർക്കായിരുന്നു. മാത്രമല്ല മൂക്ക് കുറച്ച് പരന്നിട്ടുള്ള ഒരു മൂക്കായിരുന്നു. അപ്പൊ ഇത് പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ അച്ഛൻ എപ്പോഴും കുട്ടിക്കാലത്ത് ഇദ്ദേഹത്തെ കളിയാക്കും. അപ്പൊ കുട്ടിക്കാലത്ത് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ കയറി പറ്റിയ ഒരു ഇൻസെക്യൂരിറ്റിയാണ് ഇദ്ദേഹത്തിന്റെ ഈ ഒരു മൂക്ക് എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല് എന്ന് പറയുന്ന പോലെ അദ്ദേഹത്തിന് റിനോപ്ലാസ്റ്റി ചെയ്യാൻ ഒരു അവസരം ഈ ആക്സിഡന്റിലൂടെ വന്നു എന്ന് വേണം പറയാൻ. അവിടെ നിന്നാണ് മൈക്കിൾ ജാക്സന്റെ പ്ലാസ്റ്റിക് സർജറി പരമ്പരയുടെ തുടക്കം. അങ്ങനെ മൈക്കിൾ ജാക്സൺ തന്റെ ജീവിതത്തിലെ ആദ്യത്തെ റിനോപ്ലാസ്റ്റി ചെയ്യുന്നു. ഇതാണ് പറയുന്നത്, നമ്മൾ ഈ കുട്ടികളെ ഒരിക്കലും അവരുടെ ഫേഷ്യൽ ഫീച്ചേഴ്സിനെയോ അവരുടെ ശബ്ദത്തിനെയോ രൂപത്തിനെയോ ഒക്കെ പറഞ്ഞ് നിറത്തിനെയോ ഒക്കെ പറഞ്ഞ് നമ്മൾ ഒരിക്കലും അവരെ അപമാനിക്കാനോ അല്ലെങ്കിൽ കളിയാക്കാനോ ഒന്നും പാടില്ല. ഈ കുട്ടിക്കാലത്തുള്ള ഓരോ ചെറിയ ഇൻസിഡൻസും അത്ര ആഴത്തിലായിരിക്കും അവരുടെ മനസ്സിനെ ബാധിക്കുന്നത്. അത് പിന്നെ എത്ര വലുതായാലും ആ ഒരു സാധനം ഒരു ഇൻസെക്യൂരിറ്റി ആയിട്ട് അവരുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കും. ഇവിടെ നിന്ന് ഒരു 10 വർഷം ബാക്കിലോട്ട് എടുത്താൽ തന്നെ
ഒരുപാട് ബോഡി ഷേവിങ്ങുകളും കളർ ഡിസ്ക്രിമിനേഷനും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു ഉണ്ടായിരുന്നത്. അവരൊക്കെ അതൊക്കെ എന്തോ വലിയൊരു തമാശയാണ് എന്നാണ് വിചാരിച്ചിരുന്നത്. അങ്ങനെ കുറെ വിവരം കിട്ട ആൾക്കാർ ഇപ്പോഴും ഉണ്ട്, അപ്പോഴും ഉണ്ടായിരുന്നു. സോ അങ്ങനെ എന്തായാലും മൈക്കൽ ജാക്സൺ അദ്ദേഹത്തിന്റെ ആദ്യത്തെ റിനോപ്ലാസ്റ്റി ചെയ്യുന്നു. പക്ഷെ അതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സർജറി ആയിരുന്നില്ല. കാരണം ടോട്ടലി കോസ്മെറ്റിക്കലി നോക്കുവാണെങ്കിലും അതിന്റെ രൂപത്തിൽ മൈക്കൽ ജാക്സൺ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. മാത്രമല്ല ഇദ്ദേഹത്തിന് പാട്ടൊക്കെ പാടുമ്പോൾ ചെറിയ ബ്രീത്തിങ് പ്രോബ്ലംസ് ഉണ്ടാകാൻ തുടങ്ങി. പിന്നീട് ഈ ഓഫ് ദ വാൾ എന്നുള്ള ആൽബം റിലീസായി കഴിഞ്ഞ് 1979 തന്നെ ഇദ്ദേഹം വീണ്ടും ഒരു സർജറി കൂടെ ചെയ്യാനാണ്. എൻ്റെ കോസ്മെറ്റിക്കലി ഇതൊന്ന് കറക്റ്റ് ചെയ്യാനും ആ ബ്രീത്തിങ്ങിലുള്ള പ്രോബ്ലംസ് ഒക്കെ ഒന്ന് റെക്ടിഫൈ ചെയ്യാനുമായിട്ട് വീണ്ടും ഇദ്ദേഹം സർജറി ചെയ്യുന്നു. അതും ഡോക്ടർ സ്റ്റീവന്റെ അടുത്ത് തന്നെയാണ് ഈ ചെയ്യുന്നത്. ആദ്യം നല്ല വേർഡായിരുന്നു, അത് ചെറുതായിട്ടൊന്ന് തിന്നാക്കി ഫസ്റ്റ് സർജറിയിൽ. രണ്ടാമത്തെ സർജറിയിൽ കുറച്ചുകൂടെ ഒന്ന് തിന്നായി. അത് കഴിഞ്ഞ് 1983 ത്രില്ലർ എന്നുള്ള മൈക്കൽ ജാക്സന്റെ മെഗാ ഹിറ്റ് ആൽബം റിലീസായി കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും ഒന്നുകൂടൊന്ന് ഈ റിനോപ്ലാസ്റ്റി സർജറി ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. കാരണം അദ്ദേഹം ഉദ്ദേശിച്ച പോലുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ അദ്ദേഹത്തിന് ഈ 2 സർജറിയിൽ നിന്നും കിട്ടിയില്ല. അപ്പോൾ ഡോക്ടർ സ്റ്റീവൻ ഹോഫ്ലിൻ പറയുന്നത് ഈ റിനോപ്ലാസ്റ്റി സർജറി ഒന്നും നോസ് റിഡക്ഷൻ ഒന്നും ചിലപ്പോൾ ഒരു സർജറിയിൽ ശരിയാണോന്നില്ല. ചിലപ്പോൾ 1, 2, 3 സർജറീസ് ഒക്കെ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു പക്ഷം. അപ്പോൾ എന്തായാലും മൈക്കൽ ജാക്സൺ വീണ്ടും മൂന്നാമതൊന്നുകൂടി സർജറി ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെ മൂന്നാമത്തെ സർജറിയും കഴിഞ്ഞു. നോസ് ബ്രിഡ്ജ് ഒന്നുകൂടെ നല്ല രീതിയിൽ തിന്നായി. വൈഡ് ആൻഡ് ബൾക്കി ആയിരുന്നു നോസ് ടിപ്പ്. നോസ് ബ്രിഡ്ജിന്റെ സെയിം സൈസിലേക്ക് ചുരുങ്ങി. സൈഡ് പ്രൊഫൈലിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം ആ അപ്ടേൺഡ് ആയിട്ടുള്ള ഒരു നോസ്. അങ്ങനെ 1984 ജനുവരി 27 ലോസ് ഏഞ്ചലസിലെ ഷ്രൈൻ ഓഡിറ്റോറിയത്തിൽ മൈക്കൽ ജാക്സൺ പെപ്സി കമ്പനിക്ക് വേണ്ടിയുള്ള ഒരു കൊമേഴ്ഷ്യൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ മൊത്തത്തിൽ ഈ ഒരു സീൻ ഒന്ന് കളറാക്കാൻ വേണ്ടി കുറെ ഫയർ വർക്ക്സ് ഒക്കെ ഇതിന് ഉപയോഗിക്കും. അപ്പൊ അതിനിടയിൽ മൈക്കൽ ജാക്സന്റെ മുടിക്ക് തീ പിടിക്കുകയാണ്. മൈക്കൽ ജാക്സന്റെ സ്കാൽപ്പില് 2nd ഡിഗ്രി ബേൺസ് ഉണ്ടാകുന്നു. അതിന്റെ ഫലമായിട്ട് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഹെയർ ലോസ്. ഈ മുറിവുകൾ ഉണങ്ങി കഴിഞ്ഞ് പിന്നീട് അദ്ദേഹം ഹെയർ പാച്ചസ് വെച്ച് ഇതൊക്കെ കവർ ചെയ്തു. മൈക്കൽ ജാക്സൺ അദ്ദേഹത്തിന്റെ ഓരോ ആൽബത്തിന്റെ വിജയത്തിന് ശേഷവും ആ ആൽബത്തിന്റെ പേരിൽ തന്നെ ഒരു വേൾഡ് ടൂർ പോകും. അങ്ങനെ വിക്ടറി എന്നുള്ള അദ്ദേഹത്തിന്റെ ആൽബം ഒരു വിജയമായിരുന്നു. അപ്പോൾ വിക്ടറി ടൂർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പല രാജ്യങ്ങളിലായിട്ട് ഈ സ്റ്റേജ് ഷോയിൽ ഇത് അവതരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ടൂർ പോകും. ഈ ടൂർ പോകുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം തീരുമാനിച്ചു അദ്ദേഹത്തിന്റെ ഈ ബാൾ സ്പോട്സ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട്. അതായത് നേരത്തെ ആ പെപ്സി കൊമേഴ്ഷ്യൽ തീപിടുത്തത്തിലുണ്ടായിട്ടുള്ള ആ ഇഞ്ചുറിയിൽ നിന്നുണ്ടായ ബാൾ സ്പോട്ടൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ അദ്ദേഹം തീരുമാനിക്കുകയാണ്. അപ്പോൾ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള കുറച്ച് സീരീസ് ഓഫ് സർജറീസ് ആണ് അവിടെ ചെയ്യുന്നത്. അതായത് ആ പൊള്ളലേറ്റ ഏരിയയിലെ ആ സ്കിൻ റിമൂവ് ചെയ്ത് അതിന് ചുറ്റുമുള്ള ഏരിയയിലെ സ്കിൻ എല്ലാം കൂടി ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യും. അതാണ് പ്രൊസീജിയർ. ഇപ്പൊ നിങ്ങൾ കാണുന്നത് ആ സർജറിക്ക് ശേഷം ഹെയറിൽ ബാൻഡേഡ് ഒക്കെ കെട്ടി വിക്ടറി ടൂറിന് പോകാനായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന മൈക്കൽ ജാക്സന്റെ ഒരു റെയർ വീഡിയോ ഫൂട്ടേജ് ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മൈക്കൽ ജാക്സന്റെ മൂക്കിലും സർജിക്കൽ ബാൻഡേജ് ഒട്ടിച്ചിരിക്കുന്നത്. പിന്നീട് വന്ന റിപ്പോർട്ടുകൾ പ്രകാരം മൈക്കൽ ജാക്സൺ ഈ ഹെയർ സർജറിയുടെ കൂടെ വീണ്ടും 4ാമതൊരു റിനോപ്ലാസ്റ്റിയും കൂടി ചെയ്തു എന്നാണ്. ഇതിനിടയിൽ അദ്ദേഹത്തിന് വിറ്റലൈഗോ എന്ന് പറയുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ സ്ഥിരീകരിക്കുകയാണ്. നമ്മൾ അതിനെപ്പറ്റി വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഐക്കാർഡ് ലൈനിൽ ലിങ്ക് കൊടുത്തേക്കാം. ശരീരത്തിൽ മുഴുവൻ വെള്ള സ്പോട്ടുകൾ വരുന്ന വെള്ളപ്പാണ്ടെന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ആദ്യമൊക്കെ ഇദ്ദേഹം ഡാർക്ക് ബ്രൗൺ മേക്കപ്പ് ഇട്ടിട്ട് ഈ വെള്ള സ്പോട്ടുകളെ കവർ ചെയ്തിരുന്നു. ഇത് ശരീരത്തിൽ ആകപ്പാട് വ്യാപിച്ചപ്പോൾ പിന്നീട് വൈറ്റ് ശരീരത്തിൽ ബ്രൗൺ സ്പോട്ട് പോലെയായി. പിന്നീട് ഇദ്ദേഹം വൈറ്റ് മേക്കപ്പ് ഇട്ട് ഈ ബ്രൗൺ സ്പോട്ടിനെ മറയ്ക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെയാണ് മൈക്കൽ ജാക്സൺ പിന്നീട് നമ്മൾ ഇന്ന് കാണുന്ന ഈ ഒരു നിറത്തിലേക്ക് എത്തുന്നത്. അല്ല അദ്ദേഹം പ്ലാസ്റ്റിക് സർജറി നിറം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് സർജറി ഒന്നും ചെയ്തിട്ടില്ല. ഇത് കഴിഞ്ഞ് പിന്നീട് മൈക്കൽ ജാക്സൺ ഒരു പബ്ലിക് അപ്പിയറൻസ് നടത്തുന്നത് അദ്ദേഹത്തിന്റെ അമ്മയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. ആ ഒരു റിനോപ്ലാസ്റ്റി സർജറി കഴിഞ്ഞതിന്റെ ആ ഒരു നീര്, ആ ഒരു വീക്കം അദ്ദേഹത്തിന്റെ മൂക്കിന് അപ്പോഴും ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ടും മാറിയിട്ടില്ലായിരുന്നു. ഏകദേശം ഈ സർജറി കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞാണ് ഈ അമ്മയുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ നടക്കുന്നത്. ഈ വിക്ടറി ടൂറിന്റെ ടൈമിലുള്ള അദ്ദേഹത്തിന്റെ സ്റ്റേജ് അപ്പിയറൻസ് ഒക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അദ്ദേഹത്തിന്റെ മൂക്ക് ഒന്നുകൂടെ നാരോ ആയിട്ടുണ്ട്. നല്ല രീതിയിലൊരു അൺനാച്ചുറൽ അപ്പിയറൻസ് ആണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൂക്കിനുള്ളത്. അങ്ങനെ പോയി ഏകദേശം 1986 ആയപ്പോഴേക്കും പ്രത്യക്ഷത്തിൽ മറ്റുള്ളവർക്ക് പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ മൂക്കിന് തകരാറുകൾ പുറത്ത് കാണിച്ചു തുടങ്ങി. അതായത് കണ്ടു കഴിഞ്ഞ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ എന്തൊക്കെയോ തകരാറുകൾ തോന്നുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ആ ഒരു മൂക്കിന്റെ രൂപം എത്തിപ്പെട്ടു. വളരെയധികം അൺനാച്ചുറൽ ആയിട്ട് ഈ മൂക്കിന്റെ പാലം നാരോ ആയത് കാരണം നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. സൺഗ്ലാസിന്റെ നോസ് പാഡ്സ് പുറത്തേക്ക് നല്ല രീതിയിൽ തള്ളി വെച്ചിട്ടാണ് സൺഗ്ലാസ് വെച്ചിരിക്കുന്നത്. നമ്മളൊക്കെ സൺഗ്ലാസ് വെക്കുമ്പോൾ ഗ്ലാസിനകത്തായിരിക്കും ആ സൺഗ്ലാസിന്റെ നോസ് പാഡ് വരുന്നത്. ഇത് നല്ല രീതിയിൽ സൺഗ്ലാസിന്റെ ആ ഒരു പോർഷൻ കഴിഞ്ഞ് ഉള്ളിലേക്ക് തള്ളി വെച്ചിട്ടാണ് അദ്ദേഹം ആ സൺഗ്ലാസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് എന്തൊക്കെയോ ഒരു അസ്വാഭാവികത അതിനകത്ത് തോന്നും. ചെറിയൊരു തട്ട് കിട്ടിയാൽ പോലും തകർന്നു പോകുമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിട്ടുണ്ട്. അത്രയ്ക്ക് വീക്കായിട്ടാണ് അദ്ദേഹത്തിന്റെ മൂക്ക് ഇപ്പോൾ കാണപ്പെടുന്നത്. അതേ വർഷം ജൂലൈ മാസത്തിൽ വിൻസെന്റ് മിനേലയുടെ ഫ്യൂണറലിനെടുത്ത ഫോട്ടോഗ്രാഫിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും വീണ്ടും അദ്ദേഹത്തിന്റെ മൂക്കിന് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ താടിയുടെ നടുക്കായിട്ട്
ഒരു ഡിമ്പിൾ വന്നിട്ടുണ്ട്, വെട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ചിന്നിന് കുറച്ചുകൂടെ പ്രൊജക്ഷൻ കൂടിയിട്ടുണ്ട്. ജോലൈനും കുറച്ചുകൂടെ തിക്കായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഓട്ടോപ്സിയിലും ചിന്നിനടിയിൽ 2 ഇൻസിഷൻ കണ്ടെത്തിയായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 1987 ബാഡ് എന്നുള്ള ആൽബം റിലീസായി കഴിഞ്ഞ് മീഡിയ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തത് മൈക്കിൾ ജാക്സന്റെ മുഖത്തിന് വന്ന മാറ്റത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ പ്ലാസ്റ്റിക് സർജറികളെ കുറിച്ചുമായിരുന്നു. 1990 സെപ്റ്റംബർ 14 ഗുഡ് സ്കൗട്ട് ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് വാങ്ങിക്കാനായിട്ട് ലോസ് ഏഞ്ചലസിലുള്ള സെഞ്ചുറി പ്ലാസ ടവേഴ്സിൽ മൈക്കിൾ ജാക്സൺ എത്തിയപ്പോഴുള്ള വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിൽ നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും അദ്ദേഹത്തിന്റെ മൂക്കിന്റെ 2 സൈഡും നല്ല രീതിയിൽ ഡാമേജ്ഡ് ആണ്. വളരെ അൺഹെൽത്തി ആയിട്ട്, വളരെ വീക്കായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. എപ്പോ വേണമെങ്കിലും ഒരു കൊളാപ്സ് സംഭവിച്ചേക്കാം എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ മൂക്കിരിക്കുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി വീണ്ടും നിരവധി സർജറികൾ അദ്ദേഹത്തിന് ചെയ്യേണ്ടി വന്നു. പക്ഷേ അത് മൂക്കിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി ആയിരുന്നില്ല. ഈ സർജറികളൊക്കെ കാരണം ഉണ്ടായ മൂക്കിന്റെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു വീണ്ടും ഈ ചെയ്ത സർജറികളൊക്കെ. 90s മൈക്കിൾ ജാക്സന്റെ കോസ്മെറ്റിക് സർജറി സീരീസ് തുടർന്നുകൊണ്ടേയിരുന്നു. 84 സംഭവിച്ച പെപ്സി കൊമേഴ്ഷ്യൽ ഫയർ ആക്സിഡന്റ് മൈക്കിൾ ജാക്സന്റെ തലയിൽ കുറച്ച് ബാൾഡ് സ്പോട്സ് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഇത്രയും കാലം മൈക്കിൾ ജാക്സൺ അത് ഹെയർ പാച്ചസും ടാറ്റൂസും ഒക്കെ വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ 90കളിൽ അദ്ദേഹം അത് ഒന്ന് റെക്ടിഫൈ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ തലയിൽ ബാൾ സ്പോട്ടുള്ളതിന് ചുറ്റും ബലൂൺ പോലുള്ളൊരു വസ്തു ഇൻസേർട്ട് ചെയ്യുന്നു. പിന്നീട് ഇത് വീർപ്പിച്ച് കഴിയുമ്പോൾ ആ സ്ഥലത്തുള്ള ടിഷ്യൂസ് എക്സ്പാൻഡ് ആവും. ഈ എക്സ്പാൻഷൻ ചെയ്ത് കഴിയുമ്പോൾ ഈ ബലൂൺ പോലുള്ള വസ്തു വീണ്ടും ചുരുക്കി അത് റിമൂവ് ചെയ്യും. അപ്പോഴത്തേക്കും അവിടെയുള്ള സ്കിൻ ഒരുപാട് വലിഞ്ഞിട്ടുണ്ടാവും. പിന്നെന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാമേജ്ഡ് ആയിട്ടുള്ള പോർഷൻ കട്ട് ചെയ്ത് മാറ്റി ഈ വലിഞ്ഞിട്ടുള്ള സ്കിൻ വെച്ച് അത് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്യും. ഇതാണ് ഈ സർജറിയുടെ പ്രൊസീജിയർ. പിന്നീട് ഈ സർജറി കഴിഞ്ഞ് മൈക്കിൾ ജാക്സൺ പ്രത്യക്ഷപ്പെട്ടത് അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ ആയിട്ടുള്ള ഫെഡോറ ഹാറ്റ് വെച്ചിട്ടായിരുന്നു. കാരണം ഈ സർജറി ചെയ്യുമ്പോൾ തലയിൽ ഒരുപാട് ഡ്രസ്സിങ്സ് ഒക്കെ ഉണ്ടാവും, ഈ ബാൻഡേജ് പോലുള്ള സാധനം. അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം ഈ ഹാറ്റ് വെച്ച് തുടങ്ങിയത്. ആ ഒരു സമയത്ത് ആരുമായിട്ടെങ്കിലും റൂം ഷെയർ ചെയ്യുകയാണെങ്കിൽ കിടക്കുമ്പോൾ പോലും അദ്ദേഹം ഈ ഹെയർ ക്യാപ്പ് യൂസ് ചെയ്യുമായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ സർജറിയും ഒരു പരാജയമായിരുന്നു. അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന്റെ ഈ ബാൾ സ്പോട്ടൊക്കെ മറയ്ക്കാനും ഹെയർ ലൈൻ മെയിൻറ്റെയിൻ ചെയ്യാനുമായി ടാറ്റൂസും ഹെയർ പാച്ചസും ഒക്കെ ഉപയോഗിച്ചു തുടങ്ങി. അങ്ങനെ 2001 അദ്ദേഹത്തിന്റെ ഇൻവിൻസിബിൾ എന്ന് പറയുന്ന ആൽബത്തിന്റെ റിലീസിംഗ് ടൈമിൽ വീണ്ടും അദ്ദേഹത്തിന്റെ മൂക്കിന് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് കണ്ടു തുടങ്ങി. അപ്പോഴേക്കും മൈക്കിൾ ജാക്സൺ തന്നെ അദ്ദേഹത്തിന്റെ ഈ മൂക്ക് കൊണ്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയിരുന്നു. അദ്ദേഹത്തിന് തന്നെ അത് മടുത്തു തുടങ്ങിയിരുന്നു. ശ്വാസം എടുക്കാൻ കഴിയാത്ത രീതിയിൽ അദ്ദേഹത്തിന്റെ മൂക്ക് നാരോ ആകുകയും അദ്ദേഹത്തിന്റെ മൂക്ക് ക്രിപ്പിൾ ആകുകയും ചെയ്തു. അതായത് നോൺ ഫംഗ്ഷൻ ആകുകയും ചെയ്തു. അദ്ദേഹത്തിന് മൂക്കിൽ കൂടി ഇനി ശ്വാസം എടുക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലെത്തുന്നു. അതായത് പേരിനൊരു മൂക്കുണ്ട് എന്നുള്ള അവസ്ഥ ഈ ശ്വാസോച്ഛ്വാസത്തിന് ആവശ്യമായിട്ടുള്ള പാസേജ് മൂക്കിനില്ലാതെയായി. വളരെ കാലത്ത് മൈക്കിൾ ജാക്സന്റെ പേഴ്സണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്ന കാരൻ ഫയെ പ്രോസ്തറ്റിക് മൂക്ക് ധരിക്കാൻ മൈക്കിൾ ജാക്സനോട് റിക്വസ്റ്റ് ചെയ്യുന്നു. ഇത് കേട്ട മൈക്കിൾ ജാക്സൺ തന്റെ അവസ്ഥ ആലോചിച്ച് ഗ്രീൻ റൂമിലേക്ക് പോവുകയും അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ തല്ലി തകർക്കുകയും നിലവിട്ട് പൊട്ടിക്കരയുകയും ചെയ്തു. അത് കഴിഞ്ഞ് 2002 മൈക്കിൾ ജാക്സൺ അദ്ദേഹത്തിന്റെ ഒരു കേസിന്റെ ഭാഗമായിട്ട് കോർട്ടിൽ അപ്പിയർ ചെയ്തു. അപ്പോഴത്തേക്കും ഒരു സർജിക്കൽ മാസ്ക് അദ്ദേഹം ധരിച്ചിട്ടുണ്ടായിരുന്നു. ഈ സർജിക്കൽ മാസ്ക് റിമൂവ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിനോട് ഈ ജഡ്ജ് ആവശ്യപ്പെട്ടു. ഈ മാസ്ക് റിമൂവ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ മൂക്ക് സർജിക്കൽ ബാൻഡേജ് കൊണ്ട്, സർജിക്കൽ ടേപ്പ് കൊണ്ട് പൊതിഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു ചിത്രങ്ങളൊക്കെ വളരെയധികം വൈറലായി. ഈ ചിത്രങ്ങൾ കണ്ട പല ഡോക്ടേഴ്സും ഈ ഇമേജ് എടുത്തിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി. അതായത് ഈ ബാൻഡേജ് ആണ് അദ്ദേഹത്തിന്റെ മൂക്കിനെ കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുന്നത്. ഈ ബാൻഡേജ് അഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മൂക്ക് വിട്ടുപോകും, പിളർന്നു പോകും എന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ അതിനുശേഷം മൈക്കിൾ ജാക്സൺ നടത്തിയ പബ്ലിക് അപ്പിയറൻസിൽ അദ്ദേഹത്തെ കണ്ട ആളുകൾ ഞെട്ടി. കാരണം അപ്പോഴേക്കും അദ്ദേഹം അദ്ദേഹത്തിന്റെ മൂക്കിന്റെ റീകൺസ്ട്രക്ഷൻ നടത്തിയിരുന്നു. വീണ്ടും കുറച്ച് സീരീസ് ഓഫ് സർജറീസ് ചെയ്ത് അദ്ദേഹത്തിന്റെ മൂക്ക് റീകൺസ്ട്രക്ട് ചെയ്തെടുത്തു. പിന്നീട് മൈക്കിൾ ജാക്സൺ നേരിട്ട ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുണ്ടാകുന്ന ഏജിങ് ആണ്, പ്രായമാകുന്നതാണ്. ജരാനരകളൊക്കെ മൈക്കിൾ ജാക്സനെ ബാധിച്ചു തുടങ്ങി. അപ്പോൾ അത് കവറപ്പ് ചെയ്യാൻ വേണ്ടി ബോട്ടോക്സ് പോലുള്ള ഇഞ്ചക്ഷൻസും ഡെർമൽ ഫില്ലേഴ്സും ഒക്കെ യൂസ് ചെയ്ത് തുടങ്ങി. പക്ഷെ അപ്പോഴേക്കും ഈ സീരീസ് ഓഫ് സർജറീസ് മൂലം അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായ സ്കാറും പാടുകളും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കാനായിട്ട് 2003 അദ്ദേഹം ഒരു ഫുൾ ഫേസ് ലിഫ്റ്റ് നടത്താൻ തീരുമാനിക്കുകയാണ്. ഇത് കഴിഞ്ഞ് മൊത്തത്തിലൊരു മാറ്റത്തോടെയാണ് പിന്നീട് മൈക്കിൾ ജാക്സൺ പ്രത്യക്ഷപ്പെട്ടത്. ഹോളോ ആയിട്ടുള്ള കുഴിഞ്ഞ കവിളുകളും നല്ല രീതിയിൽ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ജോലൈനും ഷാർപ്പായിട്ടുള്ള ചിന്നും ഒക്കെ ആയിട്ടാണ് അത് കഴിഞ്ഞ് അദ്ദേഹം പബ്ലിക് അപ്പിയറൻസ് നടത്തുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ അവസാന നാളുകളിൽ അദ്ദേഹത്തിന്റെ കോസ്മെറ്റിക് ടീം അദ്ദേഹത്തിന്റെ ഫേസ് കുറച്ചുകൂടെ നാച്ചുറൽ ആക്കാൻ വേണ്ടി അതിന്റെ റീകൺസ്ട്രക്ഷനിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരുന്നു. പിന്നീട് 2009 അദ്ദേഹം ദിസ് ഈസ് ഇറ്റ് എന്ന് പറയുന്ന ഒരു ഷോ ലണ്ടനിൽ പ്ലാൻ ചെയ്യുന്നു. ആദ്യം 10 ഷോകളായിരുന്നു അവിടെ പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ ആരാധകരുടെ തള്ളിക്കയറ്റം കാരണം 10 ഷോ എന്നുള്ളത് 50 ഷോ ആക്കുന്നു. അങ്ങനെ ഈ ഷോയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ട്രയൽ റൂമിൽ കഠിനമായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് ഇദ്ദേഹത്തിന്റെ ഡോക്ടർ വന്ന് നോക്കിയപ്പോൾ കാണുന്നത് ഇദ്ദേഹം ആ ട്രയൽ റൂമിൽ കുഴഞ്ഞു വീണ് കിടക്കുന്നതാണ്. അപ്പോൾ തന്നെ ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും
അദ്ദേഹത്തിന് വളരെ മൈനർ ആയിട്ടുള്ള ഹാർട്ട് ബീറ്റും അദ്ദേഹത്തിന്റെ വൈറ്റൽസ് എല്ലാം അബ്നോർമൽ ആയിരുന്നു. അങ്ങനെ 2009 ജൂൺ 5 പോപ്പ് സംഗീതത്തിന്റെ ചക്രവർത്തിയുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ ഓട്ടോപ്സി റിപ്പോർട്ട് വന്നപ്പോൾ അത് വായിച്ച് എല്ലാവരും ഞെട്ടിപ്പോയെന്നാണ് പറയുന്നത്. കാരണം അത്രയ്ക്കൊരു സീരീസ് ഓഫ് സർജറീസ് ആ ഓട്ടോപ്സിക്കകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെയധികം കോസ്മെറ്റിക് സർജറീസ്, ഇഞ്ചക്ഷൻ മാർക്സ്, ഇൻസിഷൻസ്, ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് ആ ഓട്ടോപ്സി റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പലപ്പോഴായി മൈക്കിൾ ജാക്സൺ തന്റെ ശരീരത്തിൽ നടത്തിയ ഓൾട്രേഷൻസും പിന്നീട് അതിന്റെ കോൺസിക്വൻസസ് മാറ്റാനായി നടത്തിയ സർജറീസും ഇതിന്റെ വേദനയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള പെയിൻ കില്ലർ ഇഞ്ചക്ഷൻസിന്റെയും ഒക്കെ മാർക്കുകളായിരുന്നു അതൊക്കെ. നമ്മളെപ്പോഴും നമ്മുടെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ സൗന്ദര്യത്തെക്കാളും എപ്പോഴും വലുത് ആരോഗ്യം തന്നെയാണ്. ആരോഗ്യമില്ലാത്തൊരു ശരീരത്തിൽ സൗന്ദര്യം ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ല. അത് വെറും ഒരു പുറംമൂടി മാത്രമാണ്. മൈക്കിൾ ജാക്സന്റെ ഫേസ് ട്രാൻസ്ഫോർമേഷനെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ ഇതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി കാണുന്നവരെ I am Adil Hussain, signing off.